കുറച്ചു നേരം കൂടെ ചൂട് പിടിച്ചപ്പോൾ അവന് നല്ല ആശ്വാസം തോന്നി. അടിയുടെ ഇടയിൽ നെഞ്ചിൽ കിട്ടിയ ചവിട്ടൊക്കെ ഇപ്പോൾ നല്ല വേദനയുണ്ട്. പക്ഷേ പറഞ്ഞാൽ പിന്നെ പെണ്ണ് അതിന് കരയും. നേരെ കിടന്ന് കണ്ണേട്ട. സാക്ഷി പറഞ്ഞതും പെട്ടു എന്ന അവസ്ഥയായി അവന്. സച്ചു തന്നെ അവനെ പിടിച്ച് നേരെ കിടത്തി. ശരീരത്തിൽ പലയിടത്തുള്ള ചുവന്ന പാട് കണ്ട് പെണ്ണ് നോക്കിയപ്പോൾ അവൻ ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണ് ചെമ്മി കാണിച്ചു. ഈ മുഖം ഇങ്ങനെ ബലൂൺ പോലെ വീർപ്പിക്കേണ്ട പെണ്ണെ, എനിക്കൊന്നുമില്ല. ഇതെന്താ ഇപ്പോൾ പറ്റിയേ? എവിടെ പോയി ആണ് വഴക്കുണ്ടാക്കിയത്? ആരെയാണെങ്കിലും നന്നായി സ്നേഹിച്ച ലക്ഷണമുണ്ടല്ലോ. അത് പിന്നെ നിന്റെ ആഴ്സാറിനെ ഒന്ന് സ്നേഹിച്ചതാ. അങ്ങോട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഇങ്ങോട്ടും കിട്ടി. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി. എന്തായാലും ഒരു 2 മാസം സാറ് ലീവിലായിരിക്കും. അതെന്താ ഈ 2 മാസം? സാറിൻ്റെ കൈയൊടിഞ്ഞു എന്ന് തോന്നുന്നു. പിന്നെ നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെറുതായി നെറ്റി പൊട്ടി. പിന്നെ ബോഡി മുഴുവൻ കുറച്ച് ദിവസത്തേക്ക് നല്ല വേദനയായിരിക്കും. മൂക്കിൻ്റെ പാലത്തിന് എന്തെങ്കിലും പറ്റിയോ എന്ന് സംശയമുണ്ട്. അത് തന്നെ കാര്യം. എന്തിനാ കണ്ണീട്ട വെറുതെ വഴക്കിന് പോയത്? അറിയില്ലേ, എനിക്കും വൈച്ചുവിനും വേറെ ആരും ഇല്ല എന്ന്. എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? മനഃപൂർവ്വം പോയതല്ല. അവൻ ചെയ്ത പരിപാടിക്ക് ഇത്രയെങ്കിലും ചെയ്തില്ല എങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. ഇപ്പം നല്ല റിലാക്സേഷൻ ഉണ്ട്. കണ്ണേട്ടനെല്ലാം തമാശയാണ്. ഒരുപാട് വേദന എടുത്തില്ലേ? നമുക്ക് ഹോസ്പിറ്റൽ പോകാം, വാ. എനിക്ക് വേദന ഒന്നുമില്ല പൊന്നെ. ഇതൊക്കെ സാധാരണ അടി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്നതല്ലേ. നിന്റെ ദിക്കുട്ടൻ നല്ല കുട്ടിയായിരുന്നു എന്ന് വെച്ച് ഞാനെന്ത് ചെയ്യാനാ? എൻ്റെ ദിക്കുട്ടൻ അടിയൊക്കെ ഇടും. പക്ഷെ ഒരു ദിവസം അടിയിടുന്ന കൂട്ടത്തിൽ ആരുടെയോ കയ്യിൽ നിന്നും എനിക്കും കിട്ടി. അത് ദിക്കുട്ടന് വിഷമായി. പിന്നെ അങ്ങനെ അടിയിടാൻ ഒന്നും പോയിട്ടില്ല. എന്ത് നല്ല ചേട്ടനും അനിയത്തിയും. സമയം കുറേയായി. നീ കിടക്കുന്നില്ലേ? അതോ ഇനി നാളെ സൺഡേ ആയതുകൊണ്ട് ലേറ്റായിയാണോ കിടക്കാൻ ഉദ്ദേശം? ഉറക്കം വരുന്നില്ല. സാക്ഷി പറഞ്ഞതും സിദ്ധു അവളെ നെഞ്ചിലേക്കിട്ടതും ഒരുമിച്ചായിരുന്നു. ഉറക്കം കളയാൻ വേണ്ടി ഒന്നുമില്ല. ഇതൊക്കെ അതിൻ്റെ സ്പിരിറ്റിലെടുത്താൽ പോരെ മോളെ. എന്തിനാ നീ ഇങ്ങനെ സെൻഡിയാക്കുന്നത്? എന്തു പറഞ്ഞാൽ ഉടനെ കണ്ണു നിറയ്ക്കും. നീ കുറച്ചുകൂടി സ്ട്രോങ് ആകണം സച്ചു. ഇതും പറഞ്ഞ് അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. സ്ട്രോങ് ആക്കുന്നത് ഇങ്ങനെയാണോ കണ്ണേട്ട? അല്ല, ആ സ്ട്രോങ് പിന്നെ പഠിപ്പിക്കാം. സമയമായില്ല. ഇതിപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു. നല്ല മോളല്ലേ, കുറച്ചു നേരം ഞാൻ ഇങ്ങനെ കിടക്കട്ടെ പ്ലീസ്. സിദ്ധുവിൻ്റെ കൊഞ്ചലോടെയുള്ള സംസാരം കേട്ടതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ തലയിൽ തലോടി. സിദ്ധു ഉറങ്ങിയെന്ന് തോന്നിയതും അവൻ്റെ മുഖത്തേക്ക് കിടന്ന മുടികൾ മാറ്റി നെറുകയിൽ ചുംബിച്ചൊന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ച് നിദ്രയെ പുലുകി അവൾ. രാവിലെ സിദ്ധു ഉണരുമ്പോൾ സാക്ഷി നല്ല ഉറക്കമാണ്. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചിൽ ഒട്ടിക്കിടക്കുന്നവളോട് അവന് വാത്സല്യം തോന്നി. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നിന്നെ ഇങ്ങനെ എൻ്റെ നെഞ്ചിൽ ചേർന്ന് കാണാൻ. ആയുസ് നിന്റെ മനസ്സിലില്ല എന്നറിഞ്ഞ നിമിഷം തീരുമാനിച്ചതുമാണ്. പഠിത്തം കഴിയുമ്പോൾ നിന്റെ വീട്ടിൽ വന്ന് പെണ്ണിനെ ചോദിക്കണം. മംഗലത്ത് വീടിൻ്റെ വിളക്കായി നിന്നെ കൈപിടിച്ച് കയറ്റണം എന്നൊക്കെ. പക്ഷേ സ്വപ്നം കണ്ടതല്ല നടന്നത്. എങ്കിലും ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് പെണ്ണെ. നിന്നെ എനിക്ക് തന്നെ കിട്ടിയില്ലേ. ഒരു കാര്യത്തിൽ മാത്രമുള്ള വിഷമം. ഈ വീട്ടിൽ നീ എനിക്ക് വേണ്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കമ്പനി ഇപ്പം എൻ്റെ സ്വന്തമാണെങ്കിലും MBA എൻ്റെ സ്വപ്നമാണ്. അത് കിട്ടാതെ ബിസിനസ് ഫീൽഡിൽ നേരിട്ടിറങ്ങില്ല എന്ന വാശിയും. നീ എൻ്റെ കൈപിടിച്ച് മംഗലത്ത് വീട്ടിൽ കയറുമ്പോൾ ഞാൻ എല്ലാവരും അറിയുന്ന മംഗലത്ത് ഗ്രൂപ്പിൻ്റെ CEO ആയിരിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അത്ര നാളും നിന്നോട് ഞാൻ ഇത് പറയാതൊന്നും ഇരിക്കില്ല. എന്ന് നീ എല്ലാ അർത്ഥത്തിലും പൂർണ്ണ മനസ്സോടെ എൻ്റെ സ്വന്തമാകുന്നു അന്ന് ഞാൻ പറയും എല്ലാം നിന്നോട്. അതുവരെ എൻ്റെ മോള് ഈ പാവം സിദ്ധാർത്ഥിൻ്റെ ഭാര്യയായി അഡ്ജസ്റ്റ് ചെയ്യ്. അത് കഴിഞ്ഞ് നിന്റെ അച്ഛനും കൊപ്പുവേട്ടനും എല്ലാം ഞാൻ സ്നേഹം വാരിക്കോരി കൊടുക്കും. സാക്ഷിയെ ഉറക്കത്തിൽ നിന്നും വിളിക്കാതെ സിദ്ധു തന്നെ അടുക്കള ജോലി ഏറ്റെടുത്തപ്പോഴാണ് അവനെ പുറകിൽ കൂടി 2 കൈ വന്ന് വരിഞ്ഞു മുറുക്കിയത്. രാവിലെ എന്തിനാ വെച്ചുട്ട ഉണർന്നത്? കുറച്ചു നേരം കൂടി ഉറങ്ങിക്കൂടെ നിനക്ക്? ഇനി എനിക്ക് ഉറക്കം വരില്ല കണ്ണാപ്പി. ഏട്ടത്തി എവിടെ? ഏട്ടത്തിയോ? അത് പിന്നെ ഏട്ടൻ്റെ ഭാര്യ ഏട്ടത്തി. പക്ഷേ അത് എപ്പോഴും വിളിക്കില്ല, സ്നേഹം കൂടുമ്പോൾ മാത്രം. രാവിലെ സ്നേഹം കൂടാനുള്ള കാരണം? നാളെ ഒരു അസൈൻമെൻറ്റ് ചെയ്യണം. എനിക്കൊന്നും അറിയില്ല, അമ്മാളു ചെയ്തു തരാമെന്ന് പറഞ്ഞു. നിന്നെ പഠിക്കാനല്ലേ ഞാൻ സ്കൂളിൽ വിടുന്നത്. കണ്ണാപ്പി രാവിലെ തന്നെ ആംഗ്രി ബേർഡ് ആവല്ലേ. എനിക്ക് ഡൗട്ടുള്ളത് മാത്രം അമ്മാള് പറഞ്ഞു തരും. ബാക്കി ചോദിക്കുമ്പോൾ പറയും കണ്ണാപ്പിയോട് പറഞ്ഞു കൊടുക്കുമെന്ന്. ഞാൻ സീരിയസ് കാര്യം ചോദിക്കട്ടെ വിച്ചു? എന്തായിട്ടാ? നിന്റെ ക്ലാസ് കഴിയാൻ ഇനി 2 മാസം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞെന്താ പരിപാടി? ഏത് കോഴ്സ് പോകണം? എവിടെ പഠിക്കണം നിനക്ക്? ഒന്ന് ശ്വാസം വിട്ട് ചോദിക്കേട്ടാ. ഏത് കോഴ്സ് പഠിക്കണം? അത് പ്രത്യേകിച്ച് ആലോചിക്കാൻ എന്താ? BBA പോകണം. അത് കഴിഞ്ഞ് MBA.
പിന്നെ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഇട്ടേക്കുന്ന ബിസിനസ് ഏറ്റെടുത്ത് ഏട്ടനെ പോലൊരു ബിസിനസ്മാൻ ആകണം. പിന്നെ എവിടെ പഠിക്കണം എന്നത് സ്വന്തമായി കോളേജുള്ളപ്പോൾ വേറെ കോളേജിൽ പോയി അവിടുത്തെ ഉണക്ക ചപ്പാത്തിയും രസവും കഴിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനും അമ്മാളും ഒരേ കോളേജിൽ പഠിക്കും. ഞാൻ ചോദിച്ചതാ. നിനക്കിനി പുറത്ത് പോകണമെങ്കിൽ വിസ കാര്യങ്ങളൊക്കെ തിരക്കണമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഓ ഓ, അതുകൊണ്ടാണല്ലേ. ഞാൻ വിചാരിച്ചു എന്നെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമം കൊണ്ടാണെന്ന്. പോടാ, രാവിലെ പോയി പഠിക്കാൻ നോക്ക്. അമ്മാൾ ഇതുവരെ ഉണർന്നില്ലല്ലോ. ഏട്ടൻ പോയി നോക്കിയേ. സാധാരണ ഇങ്ങനെ ഉറങ്ങാറില്ല. ഞാൻ നോക്കട്ടെ, നീ ദോശ നോക്ക്. റൂമിലെത്തിയ സിദ്ധു കാണുന്നത് കട്ടിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന സാക്ഷിയെയാണ്. തലയണ വയറിൽ വെച്ച് അമർത്തിയിട്ടുണ്ട്. സച്ചു, ഡി സമയം കണ്ടോ? എഴുന്നേൽക്കുന്നില്ലേ? എനിക്ക് വയ്യ കണ്ണേട്ടാ. എന്തു പറ്റി? പീരീഡ്സ് ആയി. ടി വിയിലെ പരസ്യത്തിലും ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചപ്പോഴും അല്ലാതെ സിദ്ധുവിന് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിപ്പോയി. പെട്ടെന്ന് ബോധം വന്നപ്പോൾ അവൻ സമയം കളയാതെ അർജുവിനെ വിളിച്ചു. ഡാ അർജു, എന്താടാ രാവിലെ ഉറങ്ങാനും സമ്മതിക്കില്ല നീ? അതല്ല മോനെ, ഒരു ഹെൽപ്പ്. എന്ത് ഹെൽപ്പ് ഈ രാവിലെ? ഈ പീരീഡ്സ് വന്നാലേ നമ്മളെന്താ ചെയ്യേണ്ടത്? രാവിലെ ആരോടാ നിന്റെ തലയ്ക്കടിച്ചത്? രാവിലെ ആരും അടിച്ചതല്ല. സച്ചുവിന് വയ്യ. എനിക്കറിയില്ലടാ എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ചോദിക്കാനും. മനസ്സിലായി. നീ ആദ്യം അവൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയി പാഡ് വാങ്ങിക്കൊടുക്ക്. പിന്നെ നല്ല വയറുവേദന ഉണ്ടെങ്കിൽ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കൊടുത്താൽ മതി, ചെറിയ ചൂടോടെ. ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ടെങ്കിൽ ചൂട് പിടിക്കുന്നത് നല്ലതാ. ചിലർ ആയുർവേദം കഴിക്കും വേദന കുറയാൻ, ചിലർ ഇംഗ്ലീഷ് മരുന്നും. അത് നീ അവളോട് തന്നെ ചോദിച്ചു നോക്ക്. എനിക്കിതൊക്കെ അറിയോ മോനെ? അത് തന്നെ സ്നേഹ പറഞ്ഞു തന്നതാ. ഓക്കേടാ, ഞാൻ പിന്നെ വിളിക്കാം. ഫോൺ കട്ടാക്കല്ലേ. വേറൊരു കാര്യം കൂടി ഉണ്ട്. വേറെന്ത് കാര്യം? അവൾ വെറുതെ ദേഷ്യപ്പെട്ടാലേ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുക. അവിടെ സംഹാരരുദ്രനാകാൻ നിന്നാലേ അവൾ ഭദ്രകാളിയാകും. പിന്നെ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് നീ വാങ്ങും. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക. ആ സമയം കിട്ടുന്നതൊക്കെ നല്ല കനത്തിലുള്ളതായിരിക്കും. മൂഡ് സിങ്സ് അല്ലേ നീ ഉദ്ദേശിച്ചത്? മനസ്സിലായി. മോൻ കിടന്നുറങ്ങിക്കോ. ഇന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഓക്കെ മോനെ, ഗുഡ് നൈറ്റ്. കടയിൽ പോയി സിദ്ധു വന്നപ്പോഴും സാക്ഷി കിടക്കുമായിരുന്നു. അവൻ അവൾക്ക് വേണ്ട ഡ്രസ്സും ബാക്കി കാര്യങ്ങളുമൊക്കെ വാഷ്റൂമിൽ കൊണ്ടുവച്ചിട്ട് സാക്ഷിയെ ഉന്തി തള്ളി ബാത്റൂമിലാക്കി. എന്നിട്ട് ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചു. സച്ചു ഇറങ്ങി വന്നപ്പോൾ കാണുന്നത് കയ്യിൽ ആവി പറക്കുന്ന കാപ്പിയായി നിൽക്കുന്ന സിദ്ധുവിനെയാണ്. താങ്ക്സ്. നിനക്ക് ഈ സമയത്ത് നല്ല വേദന വരുമോ? പ്രത്യേകിച്ച് എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, എനിക്ക് കിടന്നാൽ മതി, കുറയും. എങ്കിൽ കിടന്നു, അടുക്കളയിൽ ജോലിയുണ്ട്. അടുക്കളയിൽ ജോലിക്ക് നിന്നപ്പോഴാണ് ദീക്ഷിത് സിദ്ധുവിനെ വിളിച്ചത്. എന്താ അളിയ? എൻ്റെ പെങ്ങളെവിടെ അളിയ? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. അവൾക്ക് വയ്യ, കിടക്കുക, പീരീഡ്സായി. എങ്കിൽ കിടക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. പിന്നെ നീ പറ്റുമെങ്കിൽ ഒരു ഡയറി മിൽക്ക് വാങ്ങിക്കൊടുക്ക്. പിന്നെ ഒരു സ്ട്രോബെറി ഷേക്കും. അവൾക്ക് ഈ സമയത്ത് അതൊക്കെയാണ് ഇഷ്ടം. ബിരിയാണി കിട്ടിയാൽ അത്രയും സന്തോഷം. ഇതെന്താ അളിയ? ഇതൊരു നീണ്ട ലിസ്റ്റാണല്ലോ. ഫുഡ് അടിയാണോ അവൾക്ക് മെയിന്? എൻ്റെ സിദ്ധു, അവൾ ഇതൊക്കെ നന്നായി കഴിക്കുന്ന ടൈം ഇതാണ്. അല്ലാതെ ഇതൊക്കെ അവൾ തിരിഞ്ഞു പോലും നോക്കാറില്ല. പിന്നെ നീ അടുത്ത് തന്നെ ഇരിക്കണേ. ഞാൻ വീട്ടിലുള്ളപ്പോൾ പെണ്ണ് എന്നെ ജോലിക്ക് പോലും വിടാറില്ല. ഭയങ്കര വാശിയായിരിക്കും. ഞാൻ പിന്നെ വിളിക്കാം അളിയ, ഡ്യൂട്ടിക്ക് പോകാൻ ടൈമായി. അതിനൊന്ന് സൺഡേ അല്ലേ? ഓവർ ഡ്യൂട്ടി അല്ലെങ്കിൽ മനസ്സ് കയ്യിൽ നിൽക്കില്ല. ഇതും പറഞ്ഞ് ഫോൺ കട്ടാക്കുമ്പോഴും അവൻ്റെ ഫോണിലേക്ക് ആരുവിൻ്റെ കോള് വരുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു കിടന്ന് സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയാണ് സിദ്ധു ആഹാരം കഴിപ്പിച്ചത്. പെണ്ണിരുന്ന് കൊത്തിപ്പറിക്കുന്നത് കണ്ട് അവൻ തന്നെ അവൾക്ക് വാരിക്കൊടുത്തു. ആ സമയം എന്തോ ദീക്ഷിത്തിനെ അവൾക്ക് ഓർമ്മ വന്നു. സാക്ഷിയുടെ കണ്ണ് നിറയുന്നത് കണ്ട് സിദ്ധു ആകെ വല്ലാതെയായി. എന്താ സച്ചു, നിനക്ക് വേദനയുണ്ടോ? ഹോസ്പിറ്റൽ പോകണോ? ഒന്നുമില്ല കണ്ണേട്ട, ഞാൻ വെറുതെ ദിക്കുട്ടനെ ഓർത്തു. എന്ത്? ഞാൻ ഫുഡ് കഴിക്കാൻ മടിച്ചു പിടിച്ചിരിക്കുമ്പോൾ ദിക്കുട്ടൻ എനിക്ക് വാരിത്തരും. ചില ദിവസം ഞാൻ ഏട്ടൻ്റെ കൂടെയായിരിക്കും ഉറക്കം. ഞാൻ പറയുന്ന കഥയെല്ലാം കേട്ട് കിടക്കും. എന്നിട്ട് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഏട്ടൻ ഉറങ്ങും. ചില ദിവസം എന്തെങ്കിലും പറഞ്ഞ് അടിയിടും. എന്നിട്ട് ഞാൻ മിണ്ടില്ല. അപ്പം എന്നെ പുറകിൽ നിന്നും വന്ന് എടുത്ത് വട്ടം കറക്കും. പിന്നെ ഡയറി മിൽക്ക് വാങ്ങിത്തരും. അങ്ങനെ അങ്ങനെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഏട്ടനായിരുന്നു എല്ലാം. നിനക്ക് വിഷമമില്ലേ സച്ചു? വിഷമമോ? എന്തിന്? നിന്റെ ചേട്ടനല്ല ദീക്ഷിത്ത് എന്നറിഞ്ഞപ്പോൾ, നീ അവരുടെ മകളല്ല എന്നറിഞ്ഞപ്പോൾ വിഷമമില്ലേ എന്നോ? അപ്പോൾ ഏട്ടൻ്റെ അമ്മ ഞാൻ അനാഥയാണെന്ന് പറഞ്ഞപ്പോൾ നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്നും തോന്നിപ്പോയി. ഒരു നിമിഷം കൊണ്ട് ആരുമില്ലാത്തവളായി ഞാൻ. പിന്നെ എല്ലാം ഒരു മായാജാലമായിരുന്നു. ഒന്നും എനിക്ക് കറക്റ്റായി ഓർമ്മ പോലുമില്ല.
എല്ലാവരും കൂടി കല്യാണം ഉറപ്പിച്ചതുമൊന്നും ഇപ്പോഴും എൻ്റെ സംശയം കണ്ണേട്ടൻ എന്തിനാ കല്യാണത്തിന് സമ്മതിച്ചത് എന്നാ. ആയുഷിൻ്റെ അമ്മ അങ്ങനെയൊക്കെ പറയാൻ കാരണം ഒന്നേ ഉള്ളൂ സച്ചു, അവരുടെ ലൈഫിൽ നിന്നും നിന്നെ അകറ്റുക. ആയുഷ് സാറിന് വേറൊരു കുട്ടിയെ ഇഷ്ടമാണ്. ദീക്ഷിത് ആരുവിനെ കല്യാണം കഴിച്ച നിന്റെ അച്ഛനുണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം ദീക്ഷിത്തിനും ആരുവിനുമാണല്ലോ. നീ ഉണ്ടെങ്കിൽ നിനക്കും തരണം ഷെയർ. അപ്പം നീ ഇല്ലെങ്കിൽ നിനക്കൊന്നും തരേണ്ടല്ലോ. സ്വന്തം മോൾ മാത്രമെല്ലാം അനുഭവിച്ചാൽ മതിയെന്ന അവരുടെ സ്വാർത്ഥത. പിന്നെ അവരുടെ വാക്ക് കേട്ട നിന്റെ അമ്മയുടെ മനസ്സൊന്ന് മാറി, അത്രയേ ഉള്ളൂ. അമ്മ പറയുന്നതിൻ്റെ അപ്പുറം നിന്റെ അച്ഛനും ചെയ്തില്ല. അതുകൊണ്ട് അയാൾ മൗനമായി കേട്ടു നിന്നു. പക്ഷേ അപ്പോഴും നിന്നെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ മനസ്സില്ലാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ദീക്ഷിത്ത്, നിന്റെ ദിക്കുട്ടൻ. അവൻ്റെ കലങ്ങിയ കണ്ണുകൾ ഇപ്പോഴും മുന്നിലുണ്ട്. പിന്നെ ഞാൻ നിന്നെ എന്താ കെട്ടിയത് എന്ന്. നിന്റെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണായിരുന്നെങ്കിലും ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ നീ കണ്ട നിമിഷം മുതൽ ഉള്ളിൽ കയറിയതാ. പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ഒരു നിമിഷം ഞാൻ സ്വാർത്ഥനായി. സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ എനിക്ക് ഇഷ്ടമായാലോ എന്ന് പേടിച്ചു. ഇനി എനിക്ക് പേടിക്കണ്ടല്ലോ. എന്നും നീ എൻ്റെ കൂടെ തന്നെ കാണില്ലേ എൻ്റെ സ്വന്തമായി. എനിക്കൊന്നും വേണ്ടേട്ടാ, അവരുടെ പണവും സ്വത്തും ഒന്നും. ഇനി ഞാൻ അതിന് ചെല്ലുമെന്ന് പറഞ്ഞ് എന്നെ എന്തെങ്കിലും. നിന്റെ അച്ഛൻ്റെ പണത്തിന് വേണ്ടി നീ പുറകെ നടക്കേണ്ട അവസ്ഥയില്ല സച്ചു. നീ ഒരു വാക്ക് പറഞ്ഞ നിന്റെ അച്ഛൻ്റെ ഒന്നുമില്ല. അച്ഛനെ നമുക്ക് ഭീഷണിപ്പെടുത്താമെന്ന് പറഞ്ഞതാ. വിശ്വസിച്ചു. ഞാൻ പാത്രം അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് വരാം. ഏട്ടൻ പോയി കുറച്ചു നേരം കിടന്നു. ഇതും പറഞ്ഞ് സാക്ഷി പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് പോയി. അവൾ പോയ വഴിയെ നോക്കി സിദ്ധു മനസ്സിൽ പറഞ്ഞു, നിന്റെ അച്ഛൻ്റെ ഒന്നും നിനക്ക് വേണ്ട സച്ചു. നീ ആഗ്രഹിച്ചാൽ ആ കമ്പനി മുഴുവനോടെ സിദ്ധാർത്ഥ വാങ്ങി നിന്റെ മുമ്പിൽ കൊണ്ടുവരും. മംഗലത്ത് ഗ്രൂപ്പ് എൻ്റെയാണെന്നറിയുമ്പോൾ ആ ആയുഷിൻ്റെ അമ്മ ജീവനോടെ കണ്ടാൽ മതിയായിരുന്നു. കൊള്ളക്കിളവി, എൻ്റെ പെണ്ണിനെ കുറേ വിഷമിപ്പിച്ചതാ. പക്ഷേ അവർ കാരണമല്ലേ എനിക്ക് സച്ചുവിനെ കിട്ടിയത്. അപ്പം പിന്നെ പാവം ജീവിച്ചു പോട്ടെ. ആര് കുറേ തവണ വിളിച്ചപ്പോൾ ദീക്ഷിത് അവസാനം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്ന് ഫോൺ എടുത്തപ്പോൾ വീണ്ടും കോള്. അവസാനം രണ്ടും കൽപ്പിച്ച് അവൻ ഫോൺ എടുത്തു. എന്നോട് ക്ഷമിച്ചൂടെ ദച്ചുവേട്ട. എനിക്ക് പണവും സ്വത്തും ഒന്നും വേണ്ട. ഏട്ടന് മാത്രം മതി. ഇറങ്ങി വരാൻ പറഞ്ഞാൽ ഈ നിമിഷം ഞാൻ ഇറങ്ങി വരും. ഇതിൽ കൂടുതൽ ഏട്ടനോട് മിണ്ടാതിരിക്കല്ലേ. പറ്റുന്നില്ല ഏട്ടാ, എൻ്റെ ജീവനല്ലേ. ആരുവിൻ്റെ ശബ്ദം കേട്ട് അവനൊരു വേള അവളോട് പാവം തോന്നി. നന്നായി കരഞ്ഞിട്ടുണ്ട്. പക്ഷെ സാക്ഷിയുടെ കലങ്ങിയ കണ്ണുകൾ ഓർമ്മ വന്നപ്പോൾ അവൻ ബാക്കിയെല്ലാം മറന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ ആരു? നീ പറഞ്ഞതൊക്കെ ഇനി എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്തുറപ്പിൽ ഞാൻ നിന്നെ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടണം? നിനക്ക് വലുത് നിൻ്റെ അമ്മയും ചേട്ടനുമല്ലേ. നീ എന്നെ മറന്നേക്കാരു. നിനക്ക് എന്നേക്കാൾ നല്ലൊരു പണച്ചാക്കിനെ കിട്ടും. എന്നെ വെറുതെ വിട്ടേക്ക്. ഏട്ടൻ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും. ഇനി ഇങ്ങനെ പറയല്ലേ, എനിക്ക് സഹിക്കില്ല. ഞാൻ പറയുന്നത് എന്തും അനുസരിക്കുമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് പോയി തരുമോ? മടുത്തു എനിക്ക് എല്ലാം, എല്ലാവരെയും. പിന്നെ പോകുന്നതിന് മുൻപ് പറ്റുമെങ്കിൽ എൻ്റെ അനിയത്തിയോടൊരു മാപ്പ് പറഞ്ഞേക്ക്. നീ കാരണം അനുഭവിച്ചത് അവളാണ്. പാവം എൻ്റെ കുഞ്ഞ്. ഇനി നീ എന്നെ വിളിക്കരുതാരും. നീയും ഞാനുമായുള്ള എല്ലാ ബന്ധവും തീർന്നു. ഇതും പറഞ്ഞ് ദീക്ഷിത് ഫോൺ വെച്ചതും മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി ആരു കട്ടിലിരുന്നു. അടുത്ത ദിവസം സിദ്ധു ക്ലാസ്സിൽ പോകേണ്ട എന്ന് പറഞ്ഞിട്ടും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് സാക്ഷി ക്ലാസ്സിൽ പോയി. സ്നേഹയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ആരു അവളുടെ അടുത്തേക്ക് വന്നത്. സച്ചി, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എന്തിനാ അവളോട് സംസാരിച്ചിട്ട്? വീണ്ടും നോവിക്കാനല്ലേ? നീ ഒന്ന് പോ അർപ്പിത. എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകാം. വീണ്ടും സ്നേഹെന്തോ പറയാൻ പോയതും സാക്ഷി അവളെ തടഞ്ഞു. എന്താ നിനക്ക് പറയാനുള്ളത്? ചെയ്തത് നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ്. അമ്മയുടെ വാക്ക് കേട്ട് എന്തൊക്കെയോ ഞാൻ ചെയ്തു. പക്ഷെ നിന്നെ റൂമിൽ പൂട്ടിയിട്ടത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. നിന്റെ ചേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ പ്രാണനാണ്. എന്നെങ്കിലും പറ്റുമെങ്കിൽ ക്ഷമിക്കാൻ പറ. ആ മനുഷ്യൻ്റെ മൗനം എന്നെ കൊല്ലാതെ കൊല്ലുവാണ്. വീണ്ടും പറയുക സോറി. ഒരിക്കലും കൈവിടരുത് എന്ന് സ്വപ്നം കണ്ട സൗഹൃദമാണ്. പക്ഷേ എല്ലാം എൻ്റെ തെറ്റാണ്. ഒരു പക്ഷേ ഇനി തിരുത്താൻ കഴിയാത്ത തെറ്റ്. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു സച്ചി. നിന്റെ ചേട്ടൻ എന്നെ ഇപ്പോൾ ഒരുപാട് വെറുത്തു. ആ മനസ്സിൽ പോലും ഇന്ന് ആരുമില്ല. ഇനിയും വയ്യ ഇങ്ങനെ അവഗണന സഹിക്കാൻ. എല്ലാം എൻ്റെ തെറ്റാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ അറിയിക്കുന്നുണ്ട്. സോറി സച്ചി. അത് മാത്രമേ ഇപ്പോൾ എനിക്ക് നിന്നോട് പറയാൻ പറ്റൂ. ഇതും പറഞ്ഞൊന്ന് പുഞ്ചിരിച്ച് ബാഗും എടുത്ത് നടന്നു പോകുന്നവളെ കണ്ട് എന്തിനെന്നില്ലാതെ സാക്ഷിക്ക് അകാരണമായൊരു ഭയം തോന്നി. ഫോണിൽ ആരുവിൻ്റെ മെസ്സേജ് കണ്ട് നോക്കണ്ട എന്ന് മനസ്സ് പറഞ്ഞെങ്കിലും നോക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല.
ആരുവിൻ്റെ ദച്ചുവേട്ട, നിങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റൊന്നിനെയും ആരും സ്നേഹിച്ചിട്ടില്ല. എന്നും കൂടെ വേണമെന്ന് മോഹിച്ചിട്ടില്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ ഏട്ടൻ്റെ ആരുമല്ലേ. എന്നോട് എൻ്റെ ഏട്ടനെ പൊറുക്കാൻ പറ്റില്ലേ? സച്ചിയോട് ഞാൻ ക്ഷമ പറഞ്ഞു. അവൾ ഒന്നും പറഞ്ഞില്ല. അറിയാം, എന്നോട് ദേഷ്യമായിരിക്കും. എല്ലാം സഹിക്കും ഞാൻ. പക്ഷേ ദച്ചുവേട്ടൻ്റെ അവഗണന, അതുമാത്രം. ഏട്ടൻ്റെ ആരുവിന് പറ്റില്ല. പോകുവാൻ ഞാൻ. ഏട്ടൻ പറഞ്ഞതുപോലെ ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്നും. നിങ്ങളായിരുന്നു എൻ്റെ ജീവിതം. ഏട്ടനില്ലാതെ പിന്നെ എനിക്കെന്ത് ജീവൻ? ഇനിയൊരു ശല്യത്തിനും ആരു വരില്ല, ഒരിക്കലും. ആർക്കും ശല്യമാകാതെ പോകുവാൻ ഞാൻ. എന്നോട് ദേഷ്യമുണ്ടെങ്കിലും അവസാനമായി എന്നെ കാണാൻ വരാതിരിക്കല്ലേ. ഏട്ടൻ്റെ ദേഷ്യം മാറിയെന്ന് അങ്ങനെയെങ്കിലും സമാധാനപ്പെട്ടോളാം ഞാൻ. ഇഷ്ടമാണ് നിങ്ങളെ ഒരുപാട്, എൻ്റെ ജീവനോളം. ഒരുപക്ഷെ ഇതെൻ്റെ അവസാന മെസ്സേജ് ആയിരിക്കും. ഇനി ആരും ശല്യമാകില്ല. ഐ ലവ് യു ദച്ചുവേട്ട. ലവ് യു അലോട്ട്. ആരുവിൻ്റെ മെസ്സേജ് കണ്ട് തൻ്റെ ശരീരം തളരുന്നത് പോലെ തോന്നി ദീക്ഷത്തിന്. ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്. പക്ഷേ ഈ മെസ്സേജ് തല പെരുകുന്നത് പോലെ തോന്നിയപ്പോഴാണ് സാക്ഷി വിളിച്ചത്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ്. സിദ്ധുവിനെ വിളിച്ചപ്പോൾ ഫോൺ ബെല്ലടിച്ച് നിൽക്കുന്നതല്ലാതെ അവൻ എടുക്കുന്നില്ല. എല്ലാം ആലോചിച്ച് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അവന്. തൻ്റെ ആരു. ഈ സമയം ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ സിദ്ധുവിൻ്റെ നെഞ്ചിൽ തൻ്റെ വിഷമങ്ങളെല്ലാം കരഞ്ഞു തീർക്കുവായിരുന്നു സാക്ഷി. സിദ്ധു എന്തു പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണമെന്ന് അറിയാതെ നിന്നു.